കഴിഞ്ഞ 4-5 വർഷങ്ങളിൽ വെച്ചിട്ട് യുകെയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം എമിഗ്രൻസ് അല്ലെന്നുണ്ടെങ്കിൽ വിദേശത്ത് നിന്നും ആൾക്കാർ ജോലിക്കെടുത്തിട്ടുള്ള ഏറ്റവും അധികം 4-5 വർഷമാണ് ഈ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരെയും ഒരു സംശയമാണ്, ഇനി നിലവിൽ NHSൽ വേക്കൻസി ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NHSലെ നിലവിലുള്ള വേക്കൻസിയെ കുറിച്ചിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് NHSനെ കുറിച്ച് അപ്ഡേറ്റ്സ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഞാനൊരു ബാൻഡ് 7 NHS അലൈൻ ഹെൽത്ത് പ്രൊഫഷനാണ്. ഞാനിവിടെ നിങ്ങളെ NHSലോട്ട് ജോലിക്ക് ശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ കീസ്റ്റാമർ NHS പ്ലാൻ അപ്ഡേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ NHSൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ PM ഹാസ് പ്രോമിസ്ഡ് ദാറ്റ് 92% ഓഫ് പേഷ്യൻ്റ് വെയിറ്റിംഗ് ഫോർ പ്ലാൻ കെയർ ഇൻ ഇംഗ്ലണ്ട് will once again be treated within 18 weeks. ഇപ്പം നിലവിലത്തെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പേഷ്യൻസാണ് NHSൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസിയുടെ ഒരു ഓപ്പറേഷൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ ധാരാളം ടൈംസ് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ NHSൽ ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നടക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് ഇപ്പം കീർസ്റ്റാമർ ഇപ്പം ഒരു പുതിയ ഒരു പദ്ധതിയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു പേഷ്യൻറ്റിന് MRI അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 to 4 months വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് കീർസ്റ്റാമർ ഒരു പുതിയൊരു പദ്ധതിയുമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം പോരാത്തതിന് ഇപ്പം ഒരു ബേസിക് ഒരു പേഷ്യൻ്റ് ഒരു NHSൽ വരുവാണെന്നുണ്ടെങ്കിൽ അവർ വിത്തിൻ 18 വീക്സിൽ ആ പേഷ്യൻസിനെ നമ്മൾ റിക്കവർ ചെയ്ത് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള നീഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് വിടണമെന്നാണ് ഒരു NHSൻ്റെ പോളിസി. ഇപ്പം നിലവിലത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അത് ഒരു കാരണവശാലും നടക്കുന്നില്ല. ഇപ്പം നിലവിൽ പ്രൈം മിനിസ്റ്റർ, അതായത് നമ്മുടെ കീർസ്റ്റാമർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പദ്ധതി അനുസരിച്ചിട്ട് 92% പേഷ്യൻസിനെ നമുക്ക് വിത്തിൻ 18 വീക്സ് പീരിയഡ്സിൽ വെയിറ്റിംഗ് ടൈം വെച്ചിട്ട് നമുക്ക് സീൻ ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പറ്റും എന്നാണ് കീർസ്റ്റാമർ പറയുന്നത്. അപ്പം ഇതിനൊക്കെ മുന്നോടിയായിട്ടാണ് നിലവിൽ NHSൽ അവർ വരുത്താൻ പോകുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഓപ്പൺ ആക്കാനുള്ള പദ്ധതിയാണ് അവർ നിലവിൽ ഇട്ടിട്ടുള്ളത്. അതായത് CDC എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെൻറ്റർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും നിരവധി ഈ കൊച്ചു ലാബ്സ്, ലബോറട്ടറി എന്നൊക്കെ പറയുന്നത്, അതായത് ഹോസ്പിറ്റലിന് ഉള്ളിലല്ലാതെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ പുറത്തൊക്കെ സ്കാനിങ്ങിനൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് സൈഡുള്ള ഏതെങ്കിലും ഇപ്പം ഉള്ള സ്കാൻ സെൻറ്ററിലൊക്കെ പോയിട്ടായിരിക്കും സ്കാൻ ചെയ്യുന്നത്. അപ്പം അതുപോലത്തൊക്കെയുള്ള കൊച്ചു സ്കാനിങ് സെൻറ്റർ എല്ലാ സിറ്റികളിലും, മെയിൻ സിറ്റികളിലും തുടങ്ങാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ കീർസ്റ്റാമറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഏകദേശം 170ഓളം CDC ഓപ്പൺ ചെയ്യാനാണ്. അതായത് ആഴ്ചയിൽ 7 ദിവസവും 12 മണിക്കൂറും ഓപ്പൺ ആകുന്ന രീതിയിലായിരിക്കും ആ CDCകൾ പ്രവർത്തിക്കുന്നത്. അതിലൂടെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ധാരാളം വേക്കൻസീസാണ് നിലവിൽ UKയിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിരവധി റേഡിയോഗ്രാഫേഴ്സ് ആയാലും ഇമേജിംഗ് ടെക്നീഷ്യൻസ്, റേഡിയോഗ്രാഫേഴ്സ്, പോരാത്തതിന് ലാബ് ടെക്നീഷ്യൻ, അങ്ങനെ നിരവധി വേക്കൻസികളാണ് UKയിൽ ഇനി നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിരവധി സർജറീസൊക്കെ അവർ ചെയ്യാൻ പോവുകയാണ്. അതായത് ഒബിയസ്ലി നമ്മൾ നേരെ സംസാരിച്ചിരുന്നു ധാരാളം വെയിറ്റിംഗ് ടൈമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സർജറീസിനായാലൊക്കെ തന്നെ ധാരാളം വെയിറ്റിംഗ് ടൈമാണ്. അവരിപ്പോൾ കാറ്ററാക്റ്റ് പോലുള്ള സർജറി അല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് പോലുള്ള സർജറീസിനൊക്കെ
ധാരാളം വെയിറ്റിംഗ് ടൈമൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതൊക്കെ കുറയ്ക്കുക എന്നുള്ള രീതിയിൽ അവർ കാറ്ററാക്ട് സർജറി, പിന്നെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, അങ്ങനെയുള്ള ഹിപ്പ് ഓർത്തോ തരത്തിലുള്ള സാധനങ്ങൾ CDC പോലെ അവർ ഓപ്പൺ ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഇതിൽ നിരവധി നഴ്സുമാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. തിയേറ്റർ നഴ്സുമാർക്കൊക്കെ അനവധി ഒഴിവുകൾ വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇപ്പം നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ NHS സ്റ്റാഫ് ഷോർട്ടേജ് വളരെയധികം CDC പോലുള്ള സ്ഥാപനങ്ങളെ ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പം നിലവിലത്തുള്ള സർജിക്കൽ ഹബ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അവർക്ക് ഏകദേശം 500,000 അപ്പോയിൻമെൻറ്റ്സ് ഇയർ പ്ലാൻ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആർട്ടിക്കിളിൻ്റെ മെയിൻ പോർഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ പാർട്ട്, നിങ്ങളെല്ലാവരും കാത്തിരുന്ന മെയിൻ പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് where are the staff going to come from. സോ ഏകദേശം 100,000 വേക്കൻസിയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്, ഏകദേശം 100,000 വേക്കൻസിയാണ് നിലവിൽ വരാൻ പോകുന്നത് NHSൽ. അപ്പം ഇപ്പം നമ്മൾ UK നിലവിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ തന്നെ നിരവധി വേക്കൻസി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നേഴ്സുമാർ, അല്ലെന്നുണ്ടെങ്കിൽ റേഡിയോഗ്രാഫേഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ഇവർ മാത്രം കൊണ്ടൊന്നും NHS റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ധാരാളം അതർ ഹെൽത്ത് കെയർ സ്റ്റാഫ്സിനെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം നിലവിൽ NHSൽ വേക്കൻസി വല്ലതും നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് റൈറ്റ് ടൈമാണ് വരാൻ പോകുന്നത്. അപ്പം എല്ലാവരും നിങ്ങൾ എങ്ങനെയാണ് ട്രാക്സ് ജോബ്സിൽ കൂടെ ജോബ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിലവിൽ ഇഷ്ടംമാതിരി ആപ്ലിക്കേഷൻസ് നമ്മൾ കാണുന്നതാണ് അവിടെ. അപ്പം ഞങ്ങൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വാട്ട് ഈസ് എ ഫ്യൂച്ചർ ഇമ്പാക്ട് ഫോർ ദ NHS റിക്രൂട്ട്മെൻറ്റ്. അപ്പം NHS റിക്രൂട്ട്മെൻറ്റിൻ്റെ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇൻ ദ ലാസ്റ്റ് ഇയറിൽ ഏകദേശം നിരവധി വിസാസാണ് UK ഗവൺമെൻറ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 63,000 വിസ ആണ് ലാസ്റ്റ് ഇയറിൽ UK ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതായത് UKയിലോട്ട് വരാനായിട്ട് ഏകദേശം 63,000 ആൾക്കാർക്കാണ് മാത്രമാണ് UK ഗവൺമെൻറ് അപ്രൂവ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുന്നത്തെ വർഷങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഡ്രോപ്പ് ഓഫ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രോപ്പ് ഓഫ് വരാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഇലീഗൽ എമിഗ്രൻസ് UK വന്നതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ടായിട്ടുള്ള മെയിൻ കാരണം. UK പലയിടത്തും അങ്ങനെയുള്ള ക്രൈം എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ UK സിറ്റിസൺസ് ആയാലും അവർ ഇല്ലീഗൽ എമിഗ്രൻസിന് എതിരാണ്. അപ്പം ഒരു കാരണവശാലും നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇതൊന്നും ബാധിക്കാറില്ല. കാര്യം നമ്മൾ റൈറ്റ് റൂട്ടിലൂടെയാണ് UKയിലോട്ട് വന്നിട്ടുള്ളത്. നമ്മളെപ്പോലുള്ള പ്രൊഫഷണലായിട്ട് UK വരുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കാറില്ല. എന്നാലും ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ പെർസെൻറ്റേജൊക്കെ നമ്മൾക്ക് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബേസിക്കലി നമ്മുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷനാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HCPC കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊരു നേഴ്സാണ്, നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OET ഒക്കെ പാസ്സായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന മാസം അല്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഇയർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് UKയിലോട്ട് വരാൻ കഴിയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.